ദൈവകരുണയുടെ അനുഭവത്തിൻ്റെ ഒരു കൺവെൻഷനിലൂടെ നമ്മൾ കടക്കുന്നു. ദൈവമായ കർത്താവ് കരുണയുള്ളവനാണ്. ദൈവത്തിൻ്റെ സ്വഭാവം കരുണ. 103-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്, ദൈവം സ്നേഹവുമാണ്. അത് വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മളായിരിക്കുന്നിടത്തെല്ലാം പ്രാവർത്തികമാക്കുക നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. കരുണാനുഭവ കൺവെൻഷൻ്റെ ഈ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനിൽ ചിന്തകൾ പങ്കുവെക്കുമ്പം ദൈവം കാണിച്ച കരുണയുടെ ഒരു വലിയ ചിത്രം പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ൽ 7 മുതൽ 9 വരെ വാക്യങ്ങളിൽ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ കാണിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ അവിടെയാണ് പറയുക, മോശയോട് ദൈവം അരുളി ചെയ്യുക, മോശെ, നിൻ്റെ അലച്ചിലുകൾ ഞാൻ കാണുന്നവനാണ്, നിൻ്റെ രോദനം കേൾക്കുന്നവനാണ്, നിൻ്റെ ഇംഗിതം അറിയുന്നവനാണ്, നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നവനാണ്. ദൈവത്തിൻ്റെ കരുണ മനുഷ്യൻ അനുഭവിക്കുന്നത് 4 വിധത്തിലാണ്. 1, ദൈവം കാണുന്നവനാണ്. 2, കേൾക്കുന്നവനാണ്. 3, അറിയുന്നവനാണ്. 4, ഇറങ്ങി വരുന്നവനാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പരിശുദ്ധ ചരിത്രത്തിൽ എപ്പോഴും കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നമ്മൾ പരിചയപ്പെടുക. ബൈബിളിൽ ഉടനീളം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമെല്ലാം ദൈവം കാണുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടപ്പാടിലും നമ്മുടെ ഓർമ്മ ആര് കണ്ടില്ലേലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ. 139-ാം സങ്കീർത്തനം അത് തന്നെയാണ്. പക്ഷിയെ പോലെ പറന്ന് പറന്ന് പർവ്വതത്തിന് മുകളിൽ ചെന്നാൽ നീ അവിടെ എന്നെ കാണും. മത്സ്യത്തെ പോലെ ഊളിയിട്ട് ആഴിയുടെ അഗാധങ്ങളിൽ ചെന്നാൽ നീ എന്നെ അവിടെ കാണും. ഒരു മരത്തെ കയറി ഒളിച്ചിരുന്നാൽ സഖേയൂസിനെ കണ്ടവൻ അവിടുന്ന് പിടിച്ചിറക്കും. വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ യോനായെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കണ്ടവൻ അവിടുന്ന് പിടിച്ചു കയറ്റും. ദൈവത്തിനെ കണ്ടിരുന്ന ഒരിക്കലും ഒളിച്ചിരിക്കാൻ സാധ്യമല്ല. ദൈവം കാണുന്നവനാണ്. ചില നല്ല അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ഛ, കെട്ടിയവൻ കണ്ടില്ലേലും, മക്കളും മരുമക്കളും കണ്ടില്ലേലും, നാത്തൂന്ന് വർഗ്ഗങ്ങൾ കണ്ടില്ലേലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ, അത് മതി. എവിടെ ഇരുന്നാ കാണുന്നതെന്ന് അറിയത്തില്ല, ദൈവം കാണുന്നു. ചില ആശ്രമങ്ങളിലും ധ്യാനമന്ദിരത്തിലും സംഭാവന തരാൻ വരും. രസീത് കൊടുക്കുമ്പോൾ അച്ഛാ, രസീതൊന്നും വേണ്ട, ദൈവം കണ്ടാൽ മതി, വേറെ ആരും കാണണ്ട. മത്തായി സുവിശേഷം 10:42 പറയും, പച്ചവെള്ളം കൊടുത്താൽ അതും ദൈവം കാണുന്നുണ്ട്. ദൈവം എല്ലാം കാണുന്നവനാണ്. ഒരു കാര്യം ഉറപ്പാണ്, 5 രൂപ നേർച്ചയിടാൻ കഴിവുള്ളയാൾ 50 ഇടുമ്പം ദൈവം അത് കാണും. 50 ഇടാനും കഴിവുള്ളവൻ 5-ൽ ഒതുക്കുമ്പം ദൈവം അതും കാണും. ഒരമ്മച്ചിയും 6 വയസ്സുള്ള മോനും പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞ, മോനെ, എന്നാ ഉണക്കപ്പള്ളിയാ, വരണ്ട കുർബാന, ഫാനിന് കാറ്റില്ല, ഓർഗന് ശബ്ദമില്ല, കസേരയ്ക്ക് ബലമില്ല, എല്ലായിടത്തും പൊടിയാണ്. പിന്നെ മോൻ്റെ മറുപടി, എൻ്റെ അമ്മേ, 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? കാരണം അമ്മയുടെ തുക മോൻ കാണുന്നുണ്ട്. ദൈവം കാണുന്നവനാണ്, കാണുന്നവൻ. ഒരു മനുഷ്യൻ വനത്തിൽ ആടിനെ തീറ്റും. ആടിനെ തീറ്റി പോകുന്ന വഴിക്ക് അയാളുടെ ഒരു മുട്ടാടിനെ കാണാതെ പോയി. അയാൾ അവിടെ എല്ലാം തപ്പി നോക്കിയിട്ടെങ്കും ആടിനെ കാണുന്നില്ല. അവസാനം ഈ മനുഷ്യൻ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കി, അതിലെങ്ങാനും ആട് പോകുന്നുണ്ടോ, നോക്കിയിട്ടെങ്കും കണ്ടില്ല. അപ്പോഴാണ് ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് ഈ മരത്തിൻ്റെ മൂട്ടി വന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓമനെ, നിൻ്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തിലിരുന്ന ചേട്ടൻ, പൊന്നു മോനെ, അവിടെയെങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് പറഞ്ഞേക്കരുത്. ദൈവം കാണുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എന്തും കാണുന്നവനാണ്. അപ്പം നമ്മുടെ കലച്ചിലും അഷ്ടപ്പാടും രോദനങ്ങളും അലച്ചിലുമെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു മുഖമാണ് കാണുന്നവൻ. 2, ദൈവം കേൾക്കുന്നവൻ. ദൈവം കേൾക്കുന്നവനാണ്, ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. ഹൃദയം നുറുങ്ങിയ കർത്താവ് സമീപസ്ഥനാണ്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും, ദൈവം പ്രാർത്ഥന കേട്ടിട്ടില്ലേ? ഒരമ്മച്ചി 2-ാം ശനിയാഴ്ചകളിൽ
ഭരണങ്ങാനത്ത് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. ഒരിക്കൽ എന്നോട് പറയുന്നത്, ജോസഫ് അച്ഛാ, പ്രാർത്ഥിച്ച് മടുത്തു. ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചതൊന്നും ദൈവം കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മച്ചി പ്രാർത്ഥന നിർത്തിക്കൂടെ, പിന്നെ എന്തിനാ ഇങ്ങനെ വരുന്നത്? ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛാ, പ്രാർത്ഥിച്ചതൊന്നും കേട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാത്ത എന്തെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റുകയില്ല. ഇതാണല്ലോ ദൈവത്തിൻ്റെ കരുണ. ചോദിച്ചത് കിട്ടിയില്ലേലും ചോദിക്കാത്തത് പലതും തരുന്നവനാണ് ദൈവം. ദൈവം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ട്. 2 ഉത്തരങ്ങളാണ് തരിക, യേസ് എന്നോ നോ എന്നോ. ചിലപ്പം പറയും ആയിക്കോട്ടെ, ചിലപ്പം പറയും വേണ്ട. അൾത്താര ബാലന്മാർ 20 പേര് പിക്നിക്കിന് പോകുന്നു ശനിയാഴ്ച. വികാരിയച്ചോട് പറഞ്ഞു, ഞങ്ങൾ പിക്നിക്കിന് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ കാര്യമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. അച്ഛൻ പറഞ്ഞു, മക്കൾ പൊക്കോ, മഴ പെയ്യാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും കൂടെ വരുന്ന പോലെ ഒരു ഭയങ്കര മഴ. പിള്ളേർ മൊത്തം നനഞ്ഞു പോയി. അച്ഛന് നാണക്കേട്. വ്യാഴാഴ്ച പറഞ്ഞതേ ഉള്ളൂ, മഴയെ ബ്ലോക്ക് ചെയ്തോളാം, പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം. പിറ്റേ ഞായറാഴ്ച ഈ അൾത്താരബാലന്മാർ പള്ളിയിൽ വരുന്ന കണ്ടപ്പം വികാരിയച്ഛൻ കുർബാന കുപ്പായം സൂക്ഷിക്കുന്ന അലമാരയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. കാരണം പിള്ളേർ വന്ന് പിടിച്ചാൽ മോശമല്ലേ. കുട്ടികൾ ചോദിച്ചു, എന്നാ അച്ഛാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, മഴ പെയ്യാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടും മഴ പെയ്തപ്പം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കുകയല്ലേ? അവർ പറഞ്ഞു, ആരാ അച്ഛാ പറഞ്ഞത് ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന്? അച്ഛൻ മഴ പെയ്യിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവം മറുപടി പറഞ്ഞു, പെയ്തോട്ട് അച്ഛാ എന്നും പറഞ്ഞു മറുപടി തന്നു. ഐദർ എസ് ഓർ നോ. നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെ ഉത്തരം കിട്ടിയാൽ പറയും ദൈവം കേട്ടു, ഇല്ലേ പറയും കേട്ടില്ല. ശരിയല്ല. ദൈവം കേൾക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറയുക, ലോകത്തുള്ള എല്ലാ ദ്രാവകവും ഭൂമിയിലേക്ക് ഒഴുകും, തേനും പാലും എണ്ണയും വെള്ളവും. പക്ഷേ ഒരു ദ്രാവകം മുകളിലേക്ക് ഒഴുകും, അത് പെറ്റതള്ളയുടെ കണ്ണുനീരാണ്. ഒരമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീർത്തുള്ളി ഭൂമിയിലല്ല ദൈവം സ്വീകരിക്കുന്നു. കാരണം ദൈവം കേൾക്കുന്നവനാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും കേട്ടിട്ടില്ല. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം പലപ്പോഴും ഞാൻ ഓർത്തു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. 8ൽ പഠിക്കുമ്പം എൻ്റെ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ, കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഏലിക്കുട്ടി ടീച്ചർ ചൂരവടിയും കൊണ്ട് വരുമ്പം കാല് തെറ്റി താഴെ വീണ് വലത് കൈ ഉളുക്കി പോകണേ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ തല്ലുകിട്ടതല്ലാതെ ടീച്ചറിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചില പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ്. ചിലപ്പം കുറേ നാൾ കഴിഞ്ഞായിരിക്കും ദൈവം ഉത്തരം തരിക. അതല്ലേ ബൈബിളിൽ നമ്മൾ കാണുക. മോശ 20കളിൽ നേതാവാകാൻ ആഗ്രഹിച്ചു. നേതാവായപ്പോൾ മോശയ്ക്ക് വയസ്സ് 80 കഴിഞ്ഞു. അബ്രാഹം ആഗ്രഹിച്ചു 30കളിൽ അപ്പനായ കൊള്ളാം. പക്ഷെ അപ്പനായത് എപ്പോഴാണ്? 100ാം വയസ്സിൽ. ഒരു കൊച്ചില്ലല്ലോ എന്നോർത്ത് വീടിൻ്റെ വരാന്തയിൽ അബ്രാഹം കുത്തിയിരിക്കുമ്പം വീടിൻ്റെ പിന്നാമ്പുറത്തൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ ഓക്കാനിക്കുകയാണ്. കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. പുളിയമ്മാങ്ങ കടിച്ചു പറിക്കുന്നു, വാളം പുളി ചവച്ച് ഞൊണയുന്നു. അബ്രാഹം അടുത്ത് ചെയ്യുന്നു, തല തൂത്ത് കൊടുത്തു, പുറം തലവി കൊടുത്തു, മുതുക് തലോടി കൊടുത്തു. എല്ലാം അസ്തമിച്ച 100ാം വയസ്സിൽ. സക്കറിയ ആഗ്രഹിച്ചു 20കളിൽ അപ്പനാകാൻ. അപ്പനായത് എപ്പോഴാ? സ്നാപയോഹന്നാൻ്റെ ബർത്ത്ഡേയും സക്കറിയയുടെ സപ്തതി ആഘോഷവും ഒരുമിച്ച് നടന്നു എന്നാണ് പറയുക. എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ്? പ്രാർത്ഥിച്ചവനായ സക്കറിയ പോലും പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. ഇനി ഒരു വകുപ്പുമില്ലെന്നോർത്ത് നടക്കുമ്പോഴാണ് ദൂതമെന്ന് പറയുന്നു, സക്കറിയ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വന്ധ്യെന്ന് മുദ്ര കുത്തപ്പെട്ട നിന്റെ ഭാര്യ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യൂദയാട് മരുഭൂമിയിൽ ക്രിസ്തുവിന് പാതയൊരുക്കുന്ന യോഹന്നാൻ മാഗ്ദാനി എന്നറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതൻ ചോദിച്ചു, പിന്നെ എന്നെ ഒക്കുമെന്ന് ഓർത്തോണ്ടാ ഇത്ര നാൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പിച്ച് നടന്ന് നീ സംശയിക്കുകയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇപ്പം കരുണയുടെ 1ാമത്തെ മുഖം ദൈവം കാണുന്നവനാണ്. 2 ദൈവം കേൾക്കുന്നവനാണ്. 3 ദൈവം അറിയുന്നവനാണ്. യോഹന്നാൻ 2:25 മനുഷ്യൻ്റെ ഉള്ളിലുള്ളതെന്തെന്ന് അവൻ അറിഞ്ഞു. അറിഞ്ഞുകൊണ്ട് യൂദാസിനെയും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി. ദൈവം അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, ദൈവം അറിയുന്നവനാണ്. ലോകത്ത് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഓർമ്മ ആരും അറിയാലെന്ന്. ആരും അറിയാതെ ആ കായൻ ആബേലിനെ കൊന്നത് ദൈവം അറിഞ്ഞു. തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. തിരുത്തിയില്ലേ ദൈവം അവസാനം ഒരു പിടുത്തം പിടിക്കും. ദൈവം അറിയുന്നവനാണ്. 1 കാണുന്നവനാണ്, 2 കേൾക്കുന്നവനാണ്, 3 അറിയുന്നവനാണ്, 4 ദൈവം ഇറങ്ങി വരുന്നവനാണ്.
ദൈവം ഇറങ്ങി വരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ആവശ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവം. വിശന്നപ്പോൾ മന്നയായി ഇറങ്ങി. ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമതലത്തിൽ കാടപ്പക്ഷിയായി പറന്നിറങ്ങി. ദാനിയേൽ 3 തീച്ചൂളയിൽ ഇറങ്ങി. ദാനിയേൽ 6 സിംഹക്കൂട്ടിൽ ഇറങ്ങി. ദാനിയേൽ 12 സൂസന്നയുടെ ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. യോഹന്നാൻ 21 അപ്പവും മത്സ്യവുമായി തിബേരിയോസിന്റെ തീരത്ത്. അനുദിനബലിയിൽ അൾത്താരിയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഇറങ്ങി വരുന്നവൻ. ഈ ദൈവത്തെ വിളിച്ചു ഹെസത്ത്, കരുണയുള്ള ദൈവം, കാരുണ്യവാനായ ദൈവം. അതുകൊണ്ടാണ് പറയുക, അവൻ കാണുന്നവൻ, അവൻ കേൾക്കുന്നവൻ, അവൻ അറിയുന്നവൻ, അവൻ ഇറങ്ങി വരുന്നവൻ. ആ ദൈവം കരുണയുടെ ദൈവം. ഈ ദൈവത്തെ വിളിച്ച ഉറപ്പുള്ള വാക്കായിരുന്നു ഇസ്രയേലിൽ അഭയശില. ഇസ്രയേലിൽ ദൈവത്തെ വിളിച്ച വാക്ക് അഭയശില. കാരണം 10,000 വർഷം പഴക്കമുള്ള ഇസ്രയേലിന് ലഭ്യമാകുന്ന പാരമ്പര്യങ്ങളിൽ 2 നിയമങ്ങൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. ഒന്ന്, മോശയിലൂടെ ദൈവം നൽകിയ 10 പ്രമാണങ്ങൾ. 2, ഹമ്രാബി എന്ന ക്രൂരനായ ഭരണാധികാരി നൽകിയ കുറേ കൽപ്പനകൾ. മുസ്ലിം രാജ്യങ്ങളിൽ ഈ ഹമ്രാബിയുടെ നിയമമാണ്. നാക്ക് മുറിക്കുക, കണ്ണു ഒത്തെടുക്കുക, കൈവെട്ടുക, കാല് വെട്ടുക. ഈ നിയമം ദൈവം മോശ വഴി കൊടുത്തതല്ല. ഹമ്രാബി എന്ന ക്രൂരനായ ഭരണാധികാരി ഇസ്രയേലിൽ കൊടുത്ത നിയമം. യേശു അത് പറയുന്നുമുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് കോഡോ ഹമ്രാബിയിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പീഡിക്കുന്നവരോട് ക്ഷമിക്കുക. അപ്പോൾ ഹമ്രാബിയുടെ നിയമം ഇതായിരുന്നു: ഒരു മോഷ്ടാവ് എന്തെങ്കിലും മോഷ്ടിച്ചാൽ കൊള്ളയടിക്കപ്പെട്ട കുടുംബാംഗങ്ങൾ ഇവനെ കൊന്നോണം. ഒരുത്തൻ ഒരാളെ കൊന്നിട്ട് പോയാൽ അവൻ്റെ ടീമംഗങ്ങൾ ഇവനെ ഓടിച്ചിട്ട് കൊല്ലണം. ഒരുത്തൻ്റെ അണപ്പല്ല് ഒരാൾ അടിച്ചു പറിച്ചാൽ അവനെ അതേപോലെ തിരിച്ചു പറിക്കണം. ഇതായിരുന്നു ഹമ്രാബിയുടെ നിയമം. ഇത്രയും ഗൗരവമുള്ള നിയമം നിലനിന്ന ഇസ്രയേലിലും ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. ഇസ്രായേൽ വിശ്വസിച്ചു ഈ ലോകത്തിൻ്റെ നടുവ് ജെറുസലേം ദേവാലയമാണ്. ജെറുസലേം ദേവാലയം ഈ ലോകത്തിൻ്റെ ഒത്ത നടുവാണ്. ആ ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠമാണ് ലോകത്തിൻ്റെ സെൻറ്റർ. ഗ്രാമത്തിലെ സിനഗോഗും സിറ്റിയിലെ ദേവാലയത്തിലും ഒരു ബലിപീഠമുണ്ട്. ബലിപീഠം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അത് സെൻറ്ററാണ്. ഒരു കൊള്ളക്കാരൻ ഓടിച്ചെന്ന് ബലിപീഠത്തെ തൊട്ടാൽ പിന്നെ അവനെ തൊടാൻ ആർക്കും അനുവാദമില്ല. അവൻ അഭയശിലയെ തൊട്ടു, കരുണയുള്ള ദൈവത്തിൻ്റെ ഇരിപ്പിടത്തെ തൊട്ടു. ഒരുത്തനും കൊന്നിട്ട് ഓടിപ്പോയി ദേവാലയത്തിൻ്റെ ബലിപീഠത്തെ തൊട്ടാൽ പിന്നെ അവനെ തൊടാൻ പറ്റിയല്ല. അവൻ അഭയശിലയെ തൊട്ടു, ദൈവത്തെ തൊട്ടു. ഇതിൽ നിന്നും അമേരിക്ക നിയമാവലി എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു: ക്യൂബയിൽ നിന്നും ഒരഭയാർത്ഥി അറ്റ്ലാന്റിക് സമുദ്രം നീന്തി കടന്ന് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മയാമിയുടെ മണ്ണിൽ വന്ന് തൊട്ടാൽ അമേരിക്ക അവനെ പുറത്താക്കരുത്. കാരണം അവൻ അഭയശിലയെ തൊട്ടു, അമേരിക്ക പൗരത്വം കൊടുക്കും. അപ്പം ദൈവത്തെ കരുണയുള്ള ദൈവത്തിൻ്റെ മുഖമായിട്ട് അവതരിപ്പിച്ചു. ആ ദൈവത്തെ അഭയശിലയായി ചരിത്രത്തിൽ അവതരിപ്പിക്കുന്നു. അഭയശിലയായി ചരിത്രത്തിൽ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നു, കരുണയുള്ള ദൈവം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലൊക്കെ എടുക്കുമ്പം ദൈവത്തെ അവതരിപ്പിക്കുന്നത് കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ കാണിക്കുന്ന കരുണയുടെ വെളിച്ചത്തിലാണ്. പ്രത്യേകിച്ച് പ്രവാചകന്മാരൊക്കെ ദൈവത്തിൻ്റെ കരുണയെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു തരികയാണ്. ഹോസിയ പ്രവാചകൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ സ്നേഹം ദമ്പതികൾക്കിടയിലാണ്. ദൈവത്തിൻ്റെ കരുണയെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഹോസിയ പ്രവാചകൻ അവതരിപ്പിച്ചു. ദൈവത്തിൻ്റെ കരുണയെ ഹോസിയ നോക്കിയപ്പോൾ സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹബന്ധം ഭാര്യാഭർത്തൃ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഹോസിയ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം മറക്കുകയില്ല. ലോകത്തിൽ മറക്കാത്ത സ്നേഹമാണ് ദാമ്പത്യ സ്നേഹം. അതിനേക്കാൾ കരുണ ദൈവം കാണിക്കുന്നു എന്നാണ്. BC 589 മുതൽ 532 വരെ ഇസ്രായേൽ ഇറാഖിൻ്റെ അടിമത്തത്തിൽ. അന്ന് പറഞ്ഞു ബാബിലോണിയൻ അടിമത്തം. ഈ അടിമത്ത കാലഘട്ടത്തിൽ കരുണയുള്ള ദൈവം സ്വാതന്ത്ര്യം തരും. അത് പഠിപ്പിക്കാൻ അദ്ദേഹം എടുത്ത ഉദാഹരണം കുടുംബജീവിതത്തിൻ്റെ ഉദാഹരണമാണ്. മനുഷ്യന് മനസ്സിലാകുന്ന ജീവിതം ദാമ്പത്യ ജീവിതം. അവിടെയാണ് ഹോസിയ പറയുക, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. ദൈവത്തിൻ്റെ കരുണ ദാമ്പത്യ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ഹോസിയ പ്രവാചകൻ ജനഹൃദയങ്ങളിൽ കോറിയിട്ടു. ഹോസിയ പ്രവാചകൻ അനേക നാൾ ഓടി നടന്ന് പ്രസംഗിച്ചു. അവസാനം മടുത്തപ്പോൾ പ്രവാചകന് തോന്നി ഒറ്റയ്ക്ക് മടുത്തു, കല്യാണം കഴിക്കണം.
ഓസിയായിക്ക് അന്ന് കൺസൾട്ട് ചെയ്യാൻ ദല്ലാളന്മാരില്ല. ചാവറ bethlehem.com വന്നിട്ടില്ല, മനോരമ.com ഇല്ല, പിൻപോയിൻ്റ് ഇല്ല. ആകെപ്പാടെയുള്ളത് ദൈവമായ കർത്താവ്. ദൈവത്തോട് ഓസിയ പറഞ്ഞു, ഒറ്റയ്ക്ക് മടുത്തു, കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. തമ്പുരാൻ പറഞ്ഞു, മോനെ തോന്നിയാൽ നീട്ടി വെക്കരുത്, എത്രയും പെട്ടെന്ന് കെട്ടിക്കോണം. ആരെ കെട്ടും? ജെറുസലേമിന് തെരുവിൽ ഒരു പെണ്ണുണ്ട്, ഗോമർ, അവളെ കെട്ടണം. ഓസിയ സംസ്കാര സമ്പന്നൻ, കുലീനുകൂടെ ജാതൻ. കെട്ടാൻ മേടിച്ചു കൊടുത്ത പെണ്ണോ പരസ്യ വേശ്യ, ദേവദാസി, ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. കാനാൻ എന്ന് പറയുന്ന ഒരു സമുദായം വന്നുണ്ട്. കാനാൻ ഒരു പ്രത്യേക ഒരു ഏരിയ. അപ്പം അവരുടെ രീതിയാണ്, ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെൺകുട്ടി തൊലി വെളുത്തതാണെങ്കിൽ കെട്ടിച്ചു വിടത്തില്ല, ക്ഷേത്രത്തിൽ നേർച്ചക്കോഴിയെ പോലെ അവൾ വളരണം. 18-ാം വയസ്സിൽ ക്ഷേത്രത്തിൽ കയറിയാൽ 50 വയസ്സ് വരെ അവിടെ തന്നെ താമസിക്കും. അവൾക്കൊരു ഡ്യൂട്ടിയേ ഉള്ളൂ. കാനാൻ സമുദായത്തിലെ ആണുങ്ങൾ കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രത്യേക പീസ് ക്ഷേത്രത്തിൽ കെട്ടിവെച്ചിട്ട് ഇവളോട് ലൈംഗിക വീഴ്ച നടത്തിയിട്ട് സ്വന്തം ഭാര്യയോട് ബന്ധപ്പെട്ട മക്കളുണ്ടാകും. അതിന് ബാബിലോണിൽ വിളിച്ചിരുന്ന വാക്ക് പുഷ്കലതാ വിധി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കൾട്ട്. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവളാണ്. അങ്ങനെയുള്ള പെണ്ണിനെ കെട്ടാനാണ് ഓസിയാക്കി കാണിച്ചു കൊടുത്തത്. ദൈവം ചെയ്യപ്രകാരം ഓസിയ ഗോമറിനെ കല്യാണം കഴിച്ചു. 3 മക്കൾ ജനിക്കുന്നവർ വലിയ കുഴപ്പമൊന്നുമില്ല. മക്കൾ 3 ജനിച്ചപ്പം പഴയ സ്വഭാവം തലവെക്കാൻ തുടങ്ങി. പ്രവാചകൻ പ്രസംഗിച്ചു വരുമ്പോൾ ഭാര്യയെ കാണാനില്ല. പല പുരുഷന്മാരുമായി കിടക്ക പങ്കിടാൻ തിടുക്കത്തിലോട്ടം. അന്ത്യശാസനം കൊടുത്തു, വീട്ടുതടങ്കിലും കൊടുത്തു. അവസാനം മനസ്സ് പറഞ്ഞ പ്രവാചകൻ ദൈവത്തോട് പറയുക, ദൈവമേ, ഈ വേശ്യാസ്ത്രീ അല്ലാതെ ഒരുത്തിയെ നീ എനിക്ക് തരാൻ കണ്ടില്ലേ? അവൾ എന്നെ മറന്ന് അന്യ ആണുങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് വേദനിക്കുന്നു, പക്ഷെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ അവളെ സ്നേഹിച്ചു പോയി. അപ്പം ദൈവം പറയുക, അല്ലയോ പ്രവാചക, നിൻ്റെ ഭാര്യ നിന്നോട് അവിശ്വസത കാണിച്ച് അന്യ പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും നിനക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, കാരണം നീ അവളെ സ്നേഹിച്ചു പോയി. അങ്ങനെയെങ്കിൽ എൻ്റെ ജനം എന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, വിജാതി വിഗ്രഹങ്ങളെ തൊഴുമ്പം എനിക്കവരെ മറക്കാൻ പറ്റുമോ? ഞാൻ അവരെ സ്നേഹിച്ചു പോയില്ലേ? പഠിപ്പിച്ച പാഠം, സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും മാറുകയില്ല. ഒരിക്കൽ ദമ്പതി ധ്യാനത്തിന് ഒരു ഭർത്താവും ഭാര്യയും വന്നു. കൗൺസിലിങ്ങിന് എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. ഭർത്താവ് വാടിയ മുഖം, ഭാര്യയുടെ മുഖവും ഒരു വീർത്ത മുഖം. ഞാൻ ചോദിച്ചു, നിൻ്റെ പേരെന്നെ? അവൻ പറഞ്ഞു, ഓസിയ. ഞാൻ ചോദിച്ചു, ലത്തീൻ രീതിയിൽപ്പെട്ട ആളാണോ? സീറോ മലബാറിൽ പൊതുവിൽ ഓസിയാന്ന് അധികം കേട്ടിട്ടില്ലല്ലോ. ഉടനെ പറഞ്ഞു, അല്ലച്ചാ, സീറോ മലബാർ സഭയിൽ തന്നെയാണ്, ഇന്നടത്താണ് വീട്. പേര് വേറെയുണ്ട്, പക്ഷെ അനുഭവം കൊണ്ട് ഓസിയ. ഇവൾ 4 അവന്മാരുടെ പുറകെ പോയതാച്ചാ, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ ധ്യാനം കൊണ്ടെങ്കിലും ഇവളെ ഒന്ന് മൂക്കയറിട്ട് കിട്ടാൻ വേണ്ടി. ഇന്നുകൊണ്ട് ഓസിയ അനുഭവങ്ങൾ, മിസ്റ്റർ ഓസിയാമാരും മിസ്സിസ് ഓസിയാമാരും. അപ്പോൾ ഇവിടെ ഓസിയ പ്രവാചകനിലൂടെ ദൈവം പഠിപ്പിച്ച പാഠം, ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹമാണ്. അവിടെ ഭാര്യ മറന്നാലും ഭർത്താവ് മറന്നാലും ദൈവം നമ്മളെ ഒരിക്കലും മറക്കുകയില്ല. ഓസിയായിലൂടെ കരുണയുള്ള ദൈവത്തിൻ്റെ സ്നേഹം പഠിപ്പിച്ചു. വീണ്ടും യേശയ്യായിലൂടെ ഈ സ്നേഹമാണ് ദൈവം പഠിപ്പിച്ചത്. 49:16. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഒരമ്മ സ്വന്തം കുഞ്ഞിനോട് കാണിക്കുന്ന കരുണ, ആ കരുണയേക്കാൾ വലിയ കരുണ ദൈവം നമ്മോട് കാണിക്കും, പഠിപ്പിച്ചു യേശയ്യായിലൂടെ. 3 എസക്കിയേൽ ആട്ടിടയനാണ്. ഇടയൻ ആടിനോട് കാണിക്കുന്ന കരുണ, അതിനെ അതിജീവിക്കും ദൈവത്തിൻ്റെ കരുണ. എസക്കിയേൽ പറഞ്ഞു, ഇടയൻ ആടിനോട് കാണിക്കുന്ന കരുണയേക്കാൾ വലുത് ദൈവത്തിൻ്റെ കരുണ. ചെന്നായ് ആടിനുമേൽ ചാടി വീഴുമ്പോൾ ചെന്നായെ നേരിട്ടിട്ട് സ്വന്തം ദേഹം മുറിഞ്ഞാലും ചെന്നായെ കൊല്ലാൻ വിടാത്ത ഒരു സമൂഹത്തിലാണ് പറയുക, ഇടയൻ ആടിനെ മറന്നാലും ദൈവം ഒരിക്കലും ജനത്തെ മറക്കുകയില്ല. ഇടയൻ്റെ കരുണ. 4 ജെറമിയ, കുശവൻ്റെ കരുണ. കുശവൻ മൺപാത്രങ്ങൾ മെനയുമ്പോൾ ആ പാത്രത്തിന് ഏത് ഷേപ്പില്ലെങ്കിലും അത് വീണ്ടും ഒന്നുകൂടെ ഉടച്ച് വാർത്തെടുക്കും. അവിടെയാണ് ജെറമിയ 18 പറയുക, കുശവൻ താൻ മെനഞ്ഞെടുത്ത കുടത്തെ മറന്നാലും ദൈവം താൻ മെനഞ്ഞെടുത്ത മനുഷ്യനെ മറക്കുകയില്ല. ബൈബിൾ മുഴുവൻ കരുണയുടെ ചിത്രങ്ങളാണ് അവതരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കുടുംബ ജീവിതം നമുക്കറിയാം, ബഹുഭൂരിപക്ഷം പേരും കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്. കുടുംബ ജീവിതത്തിൽ ഒരു കരുണയുടെ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ 5 കുടുംബങ്ങളെക്കുറിച്ചാണ്
നമ്മളെ പഠിപ്പിക്കുക. 5 കുടുംബങ്ങൾ. 1 ത്രിത്വത്തിൻ്റെ കുടുംബം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ ത്രിത്വം. ഒന്നാമത്തെ കുടുംബം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കുടുംബമാണ്. രണ്ടാമത്തെ കുടുംബം ഏദൻ തോട്ടത്തിലെ കുടുംബമാണ്, ഏദനിലെ കുടുംബമാണ്. അവിടെയാണ് നമ്മൾ കാണുന്നു ആദവും ഹവ്വായും കായേനും ആബേലും കുടുംബത്തിൽ പിശാചിന് സ്ഥാനം കൊടുത്തപ്പോൾ തകർന്നുപോയ കുടുംബത്തെ പഠിപ്പിക്കുന്ന ഏദനിലെ കുടുംബം. മൂന്നാമത് നമ്മൾ കാണുന്നത് നസ്രത്തിലെ കുടുംബമാണ്. നസ്രത്തിലെ കുടുംബം പർദീസായിൽ പാപം മൂലം തകർന്ന കുടുംബത്തെ നസ്രത്തിലെ കുടുംബം വീണ്ടെടുക്കുന്ന നസ്രത്തിലെ കുടുംബം. 4 മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയെ വിവാഹം ചെയ്ത് തിരുസഭയുടെ മക്കളെ ജനിപ്പിക്കുന്ന സഭ എന്ന കുടുംബം. മണവാളൻ ക്രിസ്തു മണവാട്ടിയായ സഭയെ വിവാഹം ചെയ്ത് സഭാ സന്താനങ്ങളെ ജനിപ്പിക്കുന്ന തിരുസഭ എന്ന കുടുംബം. 5 വെളിപാട് പുസ്തകത്തിൽ കാണുന്ന കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന സ്വർഗീയ സഭയുടെ കുടുംബം. 5 കുടുംബങ്ങൾ. ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കുടുംബം. നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബം എന്നുള്ള ഒരു ആത്മപരിശോധന. ഈയിടെ കുടുംബങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രത്യേക സിനഡ് തന്നെ ഉണ്ടായിരുന്നു വത്തിക്കാനിൽ. അതിനുശേഷം മാർപ്പാപ്പ സിനഡാനന്തരമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനം തന്നെ അറിയിപ്പ് തന്നെ തന്നിട്ടുണ്ട് കുടുംബത്തിൽ. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട ചില തലങ്ങൾ, ചില മാനദണ്ഡങ്ങൾ, കരുണയുടെ കാരുണ്യത്തിൻ്റെ ചില തലങ്ങളെ ഈ നിമിഷം നമ്മൾ അല്പം വിശദമായി ഒന്ന് കാണും. 7 പ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ് കുടുംബം. ആ പ്രമാണം പാലിക്കുമ്പോഴാണ് കരുണയുടെ കുടുംബമായിട്ട് മാറുക. 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ചില കുടുംബങ്ങളിൽ ചില കെട്ടിയവന്മാരുടെ രീതി ഇതാണ്: നിൻ്റെ കെട്ടിയവനായ പുരുഷൻ ഞാനാണ്, എൻ്റേതല്ലാത്തൊരു വാക്കിവിടെ ഉണ്ടാകരുത്. ഇതാണ് കുടുംബത്തിൻ്റെ 1-ാമത്തെ തകർച്ച. ഞാനാണ് ഏകാധിപതി, ഭാര്യ ഞാനാണ് അമ്മത്തമ്പുരാട്ടി, വേറെ ആർക്കും ഒന്നുമില്ല, എല്ലാം ഞാൻ ഞാൻ ഞാൻ, എൻ്റെ ഈ രീതിയിൽ പോകുന്ന കുടുംബം തകർന്നു പോകുന്നു. കരുണയുള്ള കുടുംബമാണോ? ഒരുപാട് കാര്യം കണ്ടില്ല കേട്ടില്ല എന്ന് ഭർത്താവ് വെക്കണം, ഒത്തിരി കാര്യം കണ്ടില്ല കേട്ടില്ല എന്ന് ഭാര്യ വെക്കണം, ഒരുപാട് കാര്യങ്ങളിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, സ്നേഹിക്കണം. ഭാര്യയോട് കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യണം ഭർത്താവ്. പ്രായപൂർത്തിയായ മക്കളോട് അപ്പനും അമ്മയും കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര വലിയവരാണേലും ഈ ചർച്ചകൾ അത്യാവശ്യമാണ്. വീട്ടിലെ ചർച്ചകൾ. ചില ആണുങ്ങൾ പറയും, നിനക്കും പിള്ളേർക്കും കൊടുക്കാനും കിട്ടാനും കുറവൊന്നുമില്ലല്ലോ, ബാക്കി ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഒറ്റയ്ക്ക് നോക്കുന്നവന്മാർ പെണ്ണ് കെട്ടാൻ പോകരുത്, ഒറ്റയ്ക്ക് ജീവിച്ചോണം. കല്യാണം കഴിച്ചോ ഭാര്യ അറിയണം. ചില ആണുങ്ങളെയും പറ്റിയും കാണാം. കൊണ്ടാണ് പറയുക, കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതി ഭാര്യയെ ഭർത്താവ് കൃത്യമായി അറിയിക്കണം. അത് കരുണയുടെ ഒരു വശം കൂടിയാണ്. ചില ആണുങ്ങൾ 1-ാം കാറിലും സുന്ദര സ്വർണ്ണാഭരണം ധരിച്ച് രാജാക്കന്മാരെ പോലെ നടക്കുന്ന കാണാം. അംബാനി, ബിർള, ടാറ്റ കുടുംബം പോലെ. പക്ഷേ ഒരു അപകടത്തിൽ മരിച്ചപ്പോഴാണ് ഭാര്യയും മക്കളും പെരുവഴിയിൽ. ഇവൻ്റെ ഊഹക്കച്ചവടമാണ്. പലരോടും തിരിച്ചും മറിച്ചും പിടിച്ച കാശുകൊണ്ട് നടത്തിയ അഭ്യാസങ്ങളാണ്. ഒരിക്കൽ അപകടം വരുമ്പോഴാണ് അറിയുക ഇതാണ് കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന്. അവിടെയാണ് സാമ്പത്തിക സ്ഥിതി പ്രായപൂർത്തിയായ മക്കളോട് പങ്കുവെക്കണം, ഭാര്യയോട് പങ്കുവെക്കണം. അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും ഒത്തിരി കാര്യം അയഞ്ഞു പോകണം, കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. വീട് നോക്കുന്ന ഭർത്താവാണോ അവനെ ഒളിക്കുന്ന 10 രൂപയുടെ പോലും ഇടപാട് അവക്കുണ്ടായിരിക്കരുത്. ഇപ്പോൾ കുടുംബത്തിൽ കർക്കശപ്രകൃതിയായിരുന്നു, ഒത്തിരി വിട്ടുവീഴ്ച. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രോത്സാഹനം. ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് നല്ല വാക്ക് പറയണം. അത് കരുണയുടെ ഭാഗമാണ്. കാരണം ഭാര്യ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി അവാർഡ് ഒലത്തിയ കറിക്ക് ഇന്ത്യ കിട്ടാറില്ല. അവാർഡ് ഭർത്താവിൻ്റെ നല്ല വാക്കാണ്. ഭർത്താവ് ഒരു കാര്യം ചെയ്താൽ നല്ല വാക്ക് ഭാര്യയും പറയണം. എപ്പോഴും ഈ നെഗറ്റീവായ വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നല്ലത് പറയാനായിട്ട് ഭാര്യയും പഠിക്കണം. ഇതൊക്കെ കുടുംബത്തെ സ്വർഗമാക്കുന്ന തലങ്ങളാണ്. കരുണയുള്ള കുടുംബത്തിൽ നല്ല വാക്ക് ഭർത്താവ് ഭാര്യയോട് പറയും, ഭാര്യ ഭർത്താവിനോട് പറയും. ഒരു ഭർത്താവും ഭാര്യയും കൂടി കൗൺസിലിങ്ങിന് വന്നു. ഇവൻ എന്തു പറഞ്ഞാലും മോശം കാര്യം മാത്രമേ പറയുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു മനുഷ്യ, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരികയല്ലേ? തരും. അത് സ്നേഹത്തോടെ നല്ല വാക്ക് പറയണ്ട. എനിക്ക് മാത്രമല്ല, അവക്കും കൂടെ തിന്നാൻ വേണ്ടിയല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു,
തുണി അലക്കി തരികയല്ലേ, തരും. അല്ലെ അവക്കും നാറും, അതുകൊണ്ടല്ലേ അലക്കുന്ന അവിടെ പണിയാച്ചാന്ന്. ഞാൻ പറയും പെരയ്ക്കവൻ വൃത്തിയാക്കി ഇടുകയല്ലേ, ഇട്ടില്ലേ അവക്കല്ലേ നാണക്കേട്, എല്ലാം ഇവൻ്റെ അവകാശമാണ്. ഞാൻ പറയും ഇങ്ങനെയല്ല, കുടുംബത്തിൽ ഒരു നന്മ ഉണ്ടാകണമെങ്കിൽ കരുണയോടുകൂടി ഭാര്യയോട് ചില നല്ല വാക്കൊക്കെ ഭാര്യയോട് പറയണം. അതുപോലെ തോന്നുന്ന കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് തോന്നുന്ന സമയത്ത് പെരയ്ക്കകത്ത് കയറി ചെല്ലരുത്. ഇതൊക്കെ ചില ആണുങ്ങളുടെ രീതിയാണ്. എനിക്ക് തോന്നുമ്പം വരും, തോന്നുന്നവരെ കൊണ്ടുവരും, അങ്ങനെ ഒരിക്കലും വരുത്. ഞാൻ ഈ ജില്ലയിലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു കവരയിൽ നിൽക്കുന്നു 11:45. ഒരു കുടിയൻ ചേട്ടൻ വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം, ചില കാര്യമൊക്കെ നടക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. 12:00 കയറി ചെല്ലുക. ഭാര്യയുടെ നെഞ്ചത്താണ് എത്തി ഒരച്ഛനെയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഉച്ചയൂണിൻ്റെ സമയത്ത്. ഞാനൊന്നും ചിന്തിച്ചില്ല. ചോറടിക്കടി മോരടിക്കടി പലതും എടുക്കാൻ പറഞ്ഞു. ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് ഉച്ചയൂണ് കഴിഞ്ഞു. ഇയാൾ നല്ല പൂസ, ഈ സ്ത്രീയാണ് ഇയാളെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കാണാം. പോരാൻ നേരത്ത് ഇയാൾ എൻ്റെ കയ്യെ പിടിച്ച് മുത്തിയിട്ട് പറയുക. അങ്ങനെ അവസാനം സക്കൈവൂസ് കർത്താവിൻ്റെ വീട്ടിൽ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ചില മനുഷ്യരെ കണ്ടെത്തും ഭാര്യയോടൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, അവൻ പൂസായി അവൻ്റെ ലോകം. ഒരു ചേട്ടനെ അറിയാം, എന്നും ഉച്ചയ്ക്ക് 12:00-1 മണിക്ക് ഓരോരുത്തരെ വലിച്ചു കയറി കൊണ്ടുവരും. ഭാര്യയ്ക്കാണ് നാണക്കേട്, ചോറെടുക്കടി, മീനെടുക്കടി, അച്ചാറെടുക്കടി. ഭാര്യ ഒരു വലിയ മനുഷ്യ ഇങ്ങനെ വല്ലവരും വലിച്ചു കയറ്റി കൊണ്ടുവന്നാൽ ഒണ്ടേ തരും. ഇല്ലാത്ത സാധനം പറഞ്ഞാൽ ഞാൻ ഒറ്റ ചവിട്ട് വെച്ച് തരും, ഓർത്തോളാൻ പറഞ്ഞു. 3 മാസം കുഴപ്പമില്ല. 3 മാസം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:30 വികാരിച്ചിനെയും കൊണ്ട് ഇയാൾ കയറി വരുന്നു. ഭാര്യയ്ക്ക് ആകെപ്പാടെ ടെൻഷൻ. ചോറെടുക്കടി, ചോറുണ്ടായിരുന്നു. മോരെടുക്കടി, മോരും ഉണ്ടായിരുന്നു. മുട്ട പൊരിക്കടി, അതില്ലായിരുന്നു. ഒരു ചവിട്ട് വെച്ച് കൊടുത്തു. മുട്ടയില്ല. മീൻ പറ്റിയത് തീർന്നോടി, അതുമില്ല, ഒരു ചവിട്ടോടെ കൊടുത്തു. കോവയ്ക്കാത്തോരൻ ഉണ്ട്, ഇഞ്ചമ്പുളി അതുമുണ്ട്. എടി ഇറച്ചി കൊടുത്തതിൻ്റെ ബാക്കിയില്ല, ഒരു ചവിട്ടോടെ കൊടുത്തു, അതില്ലായിരുന്നു. ഊണെല്ലാം കഴിഞ്ഞ് കൈ കഴുകി പോകുന്നേരത്ത് വികാരിച്ചും പറയുക, പൊന്നെ ഏലിയാമ്മേ, വീടാകുമ്പം ചോറ് കാണും കറി കാണും, ചിലപ്പോൾ ഇല്ലെന്നൊക്കെ വന്നിരിക്കും. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ. ഇതുപോലെ ഒരിക്കലും വികാരിയച്ഛൻ്റെ കാലിനിട്ട് ചവിട്ടിയേ കരുത് ചില കുടുംബങ്ങൾ. അപ്പം നമുക്കുള്ള കുടുംബത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം വീട്ടിലെ അവസ്ഥ എന്താ, ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം. ഈ 1-ാം പ്രമാണം കുടുംബത്തിൽ അടിച്ചേൽപ്പിച്ചോ ആ കുടുംബം കരുണയില്ലാത്ത കുടുംബം. വിട്ടുവീഴ്ചയും അയവും വരുമ്പോൾ അത് കരുണയുള്ള കുടുംബം. നിൻ്റെ ഭർത്താവായ പുരുഷൻ ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റു അഭിപ്രായം ആരും പറയരുത്. ആ രീതിയിൽ മസിലുപിടുത്തം ആണുങ്ങൾ നടത്തരുത്.